1992 ഇതുപോലെ ഒരു ഡിസംബർ 6 മധ്യാഹ്നം ഇന്ത്യയുടെ ആത്മാവിനെ ചവിട്ടിമെതിച്ച് ഒരു ജനാവലി ഒഴുകിയെത്തുകയായിരുന്നു അങ്ങ് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാംകോട്ടിലേക്ക്. ഉച്ചസ്ഥായിലുള്ള അവരുടെ ആക്രോശത്തിൽ ജയ് ശ്രീറാം ഹരേ റാം മാത്രം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി നിലകൊണ്ട ഒരു വലിയ പ്രതീകത്തെ ആക്രമിച്ച് കീഴടക്കി. ആ രക്തം കൊണ്ട് ഇന്ത്യൻ ചരിത്രം തിരുത്തിയെഴുതാൻ എത്തിപ്പെട്ടവരായിരുന്നു കർസേവകർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വർഗീയവാദികൾ. വന്ന ജനമല്ല, അവർക്ക് പിന്നിലെ പ്രേരക ശക്തികളായിരുന്നു വർഗീയ വിഷം. അവർ ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ഭ്രാന്തമായി പാഞ്ഞു കയറി. കുന്തവും വാളും ശൂലവും മഴുവും തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യയെ വെട്ടി വെട്ടി തുണ്ടം തുണ്ടമാക്കി. ഇന്ത്യ കറുത്തു. ഇന്ത്യയുടെ ആത്മാവ് കീറി രക്തം ചീറ്റി. ഇന്ത്യയുടെ സ്പന്ദനമറ്റ് ഇന്ത്യ പിടഞ്ഞു.